സംവരണ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപസംവരണത്തിന്റെ പ്രസക്തിയും പ്രാധാന്യം എന്ന വിഷയത്തിൽ കൺവെൻഷൻ നടത്തി. സുപ്രീം കോടതി വിധിയിലെ സാമൂഹ്യനീതിയുടെ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനും ഈ സന്ദേശം ജനങ്ങളിലെത്തിക്കാനുമാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ MJS ബാബു ഉദ്ഘാടനം ചെയ്തു. സംവരണ അവകാശ സംരക്ഷണ സമിതി ചെയർമാൻ KN ജിൻഷു അധ്യക്ഷത വഹിച്ചു. അവർ തന്നെ ഉന്നത വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് പട്ടികവർഗ സംവരണത്തിൽ അവർ ഉൾപ്പെടാതെ പോകുന്നു, ഇത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതല്ലേ എന്നൊരു സംശയം അന്ന് ഞാൻ ഉന്നയിച്ചതാണ്. പക്ഷെ വിഷയം നമ്മൾ ആദിവാസിയുടെ അന്യായപ്പെട്ട ഭൂമി പ്രശ്നമൊക്കെ ആയതുകൊണ്ട് അത് അഡ്രസ് ചെയ്യപ്പെടാതെ ആ തലത്തേക്ക് പോവുകയുണ്ടായി. ഞാൻ പറഞ്ഞത് അപ്പോ ഈ ഒരു അവസ്ഥ അന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു സംഭവം. അപ്പോ NSS പറയുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലോ, ജാതി സംവരണം ജനാധിപത്യപരമല്ല എന്ന നിലപാടിലേക്ക് അവർ പോകുന്നു. അതായത് അവർ സാമ്പത്തിക സംവരണത്തെ കുറിച്ച് പറയുന്നു, സാമ്പത്തിക സംവരണം വേണമെന്ന് പറയുന്നു. അല്ലെ ക്രിമിലിയർ വരുമ്പോ എന്താ സംഭവിക്കുക? സാമ്പത്തിക സംവരണമല്ലേ ക്രിമിലിയർ? അതിന്റെ ഒരു ഇരയാണ് എന്റെ കുട്ടി. സാമൂഹ്യ ചിന്തകൻ KM സലിംകുമാർ വിഷയാവതരണം നടത്തി. CS ജോർജ്, സജി കൊല്ലം, SK അനീസ്യ, സജി പാമ്പാടി, ബൈജു പത്തനാപുരം, CB മാഞ്ഞൂർ, TT മനോജ്, വിൻസെന്റ് മാത്യു, VD ജോസ്, KV രഘുവരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.